നമുക്ക് എപ്പോഴും ബോറടിക്കാത്തൊരു സബ്ജക്റ്റാണ് മിസ്റ്ററി, അതുപോലെ തന്നെ ത്രില്ലർ, അതുപോലെ തന്നെ ആക്ഷൻ, അതുപോലെ തന്നെ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനത്തെ ഒരു ജോണർ വരുന്നതെന്ന് വെച്ചാൽ ത്രില്ലർ ഫോമിൽ വരുന്ന ഒരു ജോണർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് ഈ കാലത്ത് ഈ ഇടയ്ക്ക് വിജയിച്ച ഭൂരിഭാഗം സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ത്രില്ലർ ഫോർമാറ്റിൽ വന്ന പടങ്ങളാണ് നമുക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പണ്ട് കാലത്തും അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള പടങ്ങളിലും സസ്പെൻസ് ഒക്കെ ഉള്ള നല്ല ഇപ്പോഴും നമുക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള പടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ പടങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം ഡയറക്ടറെ വെച്ച് വിലയിരുത്താറുണ്ട്. അതായത് ഒരു ഡയറക്ടർ ഇങ്ങനത്തെ, അതായത് ഷാജി കൈലാസ് ആക്ഷൻ മൂവീസ് എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ദൃശ്യം, അതായത് നമ്മുടെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ത്രില്ലർ മൂവി എടുക്കത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പടങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൃശ്യം, മെമ്മറീസ്, അതുപോലെ തന്നെ വലതുവശത്തെ കള്ളൻ, അങ്ങനെ ഒരുപാട് പടങ്ങളെല്ലാം അദ്ദേഹം, അതായത് കൂമൻ, ഇങ്ങനെ ത്രില്ലർ ഫോർമാറ്റിലാണ് എടുക്കുന്നത്. അങ്ങനെ പണ്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അതായത് ബേബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എടുക്കുന്ന പടങ്ങളൊക്കെ ഏകദേശം ഇത് കണക്ക് തന്നെയാണ്. ഹൊറർ അല്ലെങ്കിൽ ത്രില്ലർ അല്ലെങ്കിൽ മിസ്റ്റീരിയസ്, അതായത് വളരെ മനോഹരമായി ആ കാലഘട്ടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ബേബി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകൾ നമുക്ക് പരിചയപ്പെടാം. 1984 വന്ന പടമാണ്. നസീർ, മോഹൻലാൽ, മധു, മാധവി, അങ്ങനെ എല്ലാവരും, അത്യാവശ്യം ഉള്ള സ്റ്റാർസ് നിലയുള്ള എല്ലാവരും അഭിനയിച്ച് ബേബി സംവിധാനം ചെയ്ത പടമാണ് കുരിശുദ്ധം. ഹൊറർ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ് കുരിശുദ്ധം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണിത്. നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. 1983 ബേബി തന്നെ സംവിധാനം ചെയ്ത് നസീർ, മധു, ശങ്കർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ അഭിനയിച്ച ഒരു പടമാണ് മോർച്ചറി. അതായത് ഒരു ഹോസ്പിറ്റൽ ബേസിലാണ് ഈ കഥയുടെ പശ്ചാത്തലമുള്ളത്. അവിടെ ഡോക്ടേഴ്സിന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ഒരു ബെറ്റ് വെക്കുന്നു. അതായത് കൂട്ടുകാർക്കിടെ ബെറ്റ് വെക്കുന്നത്, നൈറ്റ് മോർച്ചറിലേക്ക് പോകാൻ ഒരാൾ ബെറ്റ് വെക്കുകയും അദ്ദേഹം അവിടെ പോവുകയും അതുമൂലം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഉണ്ടാകുന്ന അപകട സാഹചര്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഈ സിനിമ മുന്നോട്ട് പോകുന്നു. വളരെ ത്രില്ലിംഗ് എലമെന്റ്സും ഹൊറർ പശ്ചാത്തലത്തിലുമാണ് ഈ പടം ഒരുക്കിയിരിക്കുന്നത്. ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം, മിസ്സാക്കരുത്. മലയാളത്തിലെ പ്രേത സങ്കല്പങ്ങളെ മൊത്തം മാറ്റിയെഴുതിയ സിനിമയായിരുന്നു ലിസ എന്ന് പറഞ്ഞ സിനിമ. അതായത് സീമ പ്രേതമായിട്ട് വന്ന സിനിമയാണ് ലിസ എന്ന് പറയുന്നത്. അതുവരെയുള്ള പ്രേത കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി, വളരെ മാറി, അടിപൊളിയായിട്ട് ആ കാലഘട്ടത്തിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു ലിസ. അതേ ടീം തന്നെ 1981 ഒന്നിച്ച പടമാണ് കരിമ്പൂച്ച. അതായത് സീമ, ശങ്കർ, അങ്ങനെ ജോസ് പ്രകാശ്, അങ്ങനത്തെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അതായത് ഹൊറർ എലമെന്റ്സിൽ സസ്പെൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സിനിമയും വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ പടവും നിങ്ങൾ കാണാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.